ലിസബത്ത് ചൊല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലുമാണ്. പെസഹ അപ്പം രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നു, പിന്നെ ചുട്ടെടുക്കുന്ന അപ്പവും. പിന്നെ ഇതിനൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ട് ഉണക്കലരി കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഞാനിവിടെ എടുക്കുന്നത് പച്ചരിയാണ്. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പം ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്, 3 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് ഉഴുന്ന്, 3 ചുവന്നുള്ളി, 1 ടീസ്പൂൺ ജീരകം, 5 അല്ലി വെളുത്തുള്ളി. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഈ ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ചുമന്ന് തന്നെ വരണം. അത്രയും ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ഉഴുന്നൊരു 3 മണിക്കൂറെങ്കിലും കുതിരാൻ വയ്ക്കണം. അതുപോലെ അരിയും 3 മണിക്കൂർ നമ്മൾ കുതിർത്ത് വയ്ക്കണം. ഇതെല്ലാം ഞാൻ മിക്സിയിൽ അരച്ചിട്ടാണ് ചെയ്യുന്നത്. എളുപ്പത്തിനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത്. അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അരി ഉഴുന്നും പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. പൊടിച്ച് ചേർക്കുന്നവരാണെങ്കിൽ ഉഴുന്ന് നല്ലതുപോലെ കഴുകി തോർത്തതിന് ശേഷം വേണം വറക്കേണ്ടത്. ഇതിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതുകൊണ്ട് നേരത്തെ നമ്മളിത് കഴുകണമെന്നൊന്നുമില്ല. വറുത്തതിന് ശേഷം കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചാൽ മതി. പിന്നെ ഈ പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ മിക്സിയിൽ അരച്ചുണ്ടാക്കണം നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം കുറവുള്ളതാണ് ഇതിന് എപ്പോഴും നല്ലത്. അത് തന്നെയല്ല ടേസ്റ്റിനൊരു കുറച്ച് മാറ്റം ഉണ്ടാവും. വെള്ളത്തിൽ അരച്ചെടുക്കുമ്പോൾ അത് ചിലപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് അരയ്ക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് മാത്രമേ ഇത് അരയ്ക്കാവുള്ളൂ. ഉഴുന്നിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ 2-3 വട്ടം കഴുകിയിട്ട് നമുക്കിത് കുതിരാൻ വയ്ക്കാം. അതിനുശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം. അരി ഉഴുന്നെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരയാൻ പാകത്തിന് വെള്ളം മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇത് അപ്പം ശരിയാവത്തില്ല. അപ്പം നമുക്കിനി ഓരോന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അരിയും ഉഴുന്നും എല്ലാം തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അരി ഉഴുന്നുമൊക്കെ തരിയോടുകൂടി തന്നെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരഞ്ഞു പോകട്ടെ. ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒട്ടും വെള്ളം പാടില്ല. ഇതുപോലെ തരിയും വേണം. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ജീരകവും ഉള്ളിയെല്ലാം ചേർത്തിട്ട് വേണം നമ്മൾ അരയ്ക്കേണ്ടത്. അരിയും നല്ല തരിയോടുകൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്തായിരുന്നു. ഇനി തേങ്ങ ഒതുക്കിയെടുക്കാം. ശരിക്കും അരയണ്ട, ഒതുക്കിയെടുക്കുക എന്ന് പറയില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ട്. ഇതിപ്പോൾ ഞാൻ ശരിക്കും അരച്ചപ്പോൾ ഇച്ചിരി ഒരു വെള്ളം തേങ്ങയ്ക്ക് കൂടിപ്പോയി. കാരണം ഈ മിക്സിക്ക് ഇച്ചിരി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പൊടിക്ക് വെള്ളം കൂടിപ്പോയി. നിങ്ങളും മാക്സിമം വെള്ളം കുറച്ച് തന്നെ ഒതുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലൊരു പകുതി മാവെടുത്ത് ഞാൻ 2 അപ്പം സ്റ്റീം ചെയ്യുന്നുണ്ട്. ബാക്കി പകുതിക്കാണ് ചുട്ടെടുക്കുന്ന അപ്പം തയ്യാറാക്കുന്നത്. അങ്ങനെ 2 തരം അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആദ്യം 2 അപ്പം സ്റ്റീം ചെയ്തെടുക്കാം. ഈ അപ്പം ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കുന്നത് നല്ലതാണ്. അങ്ങനെ 2 അപ്പവും വെന്ത് കഴിഞ്ഞു. ഇനി ചുട്ടെടുക്കാനുള്ള അപ്പത്തിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത്, പായസത്തിനൊക്കെ ഇടാൻ അരിയുന്ന പോലെ. പിന്നെ 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്. ആദ്യം നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് കോരണം. ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പ് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് വറുത്തെടുക്കാം. ഒന്ന് ചുമന്ന് വരണം, ചെറുതായിട്ട് ചുമന്ന് വരണം. അതുവരെ നമുക്കിത് വറുക്കാം. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ
നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതും ലൈറ്റ് ബ്രൗൺ ആവണം. അതുവരെ ഇതൊന്ന് മൂപ്പിക്കാം. ഇപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും കോരി മാറ്റാം. ഈ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വറുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഉള്ളിയും എല്ലാം നമ്മൾ വറുത്തെടുത്തു. ഇനി ആ മാവിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മാവിന് പാകത്തിന് ഉപ്പ് വേണം. എന്നാൽ മാത്രമേ അപ്പം ചുട്ട് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യം വരില്ല. എന്നാലും നിങ്ങളൊന്ന് നോക്കണം. കുറവാണെങ്കിൽ ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ മിക്സിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞു. ഞാനിതിൽ ഉപ്പൊന്നും ചേർത്തില്ല, കാരണം ഇതിന് പാകത്തിന് ഉപ്പുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പ് വയ്ക്കാം. പാൻ ഒത്തിരി ചൂടാവരുത്, ചെറു ചൂടിന് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വലിയ അപ്പമായിട്ട് ചുടുന്നവരുണ്ട്, കനം കുറച്ച് റൗണ്ടിൽ. ഞാനിവിടെ ചെറിയ ചെറിയ അപ്പങ്ങളായിട്ടാട്ടോ ഇത്തവണ ഉണ്ടാക്കുന്നത്. അപ്പം തീരെ കനം കുറച്ച് പരത്തേണ്ടവർക്ക് അങ്ങനെ പരത്താം. അപ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടും. ഇനി പുറം മുരിഞ്ഞിട്ടാകെ ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കണം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഒരു പൊടിക്ക് കട്ടിക്ക് ചുടാം. അപ്പോൾ നിങ്ങളുടെ ഒരു പാകത്തിന് വേണം ഇത് ചുട്ടെടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒത്തിരി അങ്ങനെ നൈസാക്കുന്നില്ല, ഒരു പൊടിക്ക് കട്ടിക്ക് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉള്ളിയും തേങ്ങയൊക്കെ വറുത്ത എണ്ണയുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കണം. ഒന്ന് മറിച്ചിടുന്നിടം വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു ലോ ടു മീഡിയം ഇട്ട് വേണം ആദ്യം നമ്മളൊന്ന് വേവിക്കേണ്ടത്. അത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിടാം. പിന്നെ മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒന്ന് രണ്ട് തവണയൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇടേണ്ടി വരും. അങ്ങനെ ഒരു പാകത്തിന് ഇത് മുരിച്ചെടുക്കുക. ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, നല്ലതാട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിലേക്ക് അത്രയും ഇതായിട്ടില്ല, എന്നാലും ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിത് എടുക്കാം. ഇനി പെസഹാപ്പാൽ തയ്യാറാക്കാം. അതിനായിട്ട് 1.5 ലിറ്റർ ഫ്രഷ് തേങ്ങാപ്പാൽ എടുക്കുക. ഫ്രഷ് തേങ്ങാപ്പാൽ ഇല്ലാത്തവർ മിൽക്ക് പൗഡർ കിട്ടുമല്ലോ, കോക്കനട്ട് മിൽക്ക് പൗഡർ, അത് 1.5 ലിറ്റർ വെള്ളത്തിൽ നല്ല ഒരു തിക്കായിട്ട് തന്നെ കലക്കിയെടുക്കുക. പിന്നെ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ, കുറച്ച് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കിലോ ശർക്കര ഉരുക്കിയത്. ശർക്കര നല്ല ഉരുക്കി അരിച്ചെടുത്തതായിരിക്കണം. 1 കപ്പാണ് പാനിയാക്കി ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിലേക്ക് ഈ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് കലക്കിയിട്ട് വേണം നമ്മൾ ഈ മുഴുവൻ മറ്റു പാലിലേക്ക് ഒഴിക്കേണ്ടത്. ഇനി പാലുണ്ടാക്കാനുള്ള പാത്രം അടുപ്പയിൽ വയ്ക്കുക. അതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒക്കെ കലക്കിയ തേങ്ങാപ്പാലുണ്ടല്ലോ, അതൊന്ന് അരിച്ചൊഴിക്കുക. അരിച്ച് അതിൽ ഒട്ടും കട്ടയോ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അരിച്ചൊഴിച്ചതിന് ശേഷം പാകത്തിന് മധുരവും ചേർത്ത് കൊടുക്കുക. മുഴുവൻ ഉരുക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ശർക്കര ആദ്യം ചേർക്കേണ്ട, ഒരു പകുതി ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി കൈ നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നിർത്താതെ തന്നെ ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിടുക. അപ്പോൾ ഇത് തിളച്ചിട്ടൊന്നും ഉള്ളതല്ലല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ചാൽ മാത്രം പോരാ, ഇത് വെന്ത് വരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കുറുകാൻ തുടങ്ങും. അപ്പോൾ നല്ലതുപോലെ കുറുകിയതിന് ശേഷം ഇത് കുറച്ചും കൂടെ വേവണം. ഈ പൊടി നന്നായിട്ട് വെന്ത് ഇങ്ങനെ കുറുകി വരണം. അപ്പോൾ ഇനിയിപ്പോൾ കുറുകൽ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ സമയത്ത് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുറുകൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ സമയത്ത് നമുക്ക് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും നല്ലപോലെ പിന്നെയും വേവിക്കണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാകത്തിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ പോലും ഏലക്കാപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി ഒരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതും വേണമെങ്കിൽ
വേണ്ടെന്ന് വയ്ക്കാവുന്നുള്ളൂ. ഏലക്കപ്പൊടി മാത്രമായാലും മതി. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ട് ജീരകം വറുത്ത് പൊടിച്ചിട്ട് ആ പൊടിയും വേണമെങ്കിൽ ചേർക്കാം. ഞാനതൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്, പാകത്തിന് കുറുകലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് പിന്നെ മധുരം നോക്കണം കേട്ടോ. കുറവ് മധുരമാണെന്ന് തോന്നുകയാണെങ്കിൽ പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്ത പാനി മുഴുവനും ഇതിൽ ചേർത്തായിരുന്നു. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ ഇനി കുറച്ചുകൂടി തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇത് കുറുകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിന് അരിപ്പൊടി എല്ലാം കറക്റ്റാണ്. പിന്നെ ഓരോ അരിപ്പൊടികളുടെ എല്ലാം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കൂടുതൽ ചേർക്കണമെന്ന് പറഞ്ഞത്. 2 തരത്തിലുള്ള പെസകാപ്പവും പെസകാപ്പാലും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.